നമസ്കാരം വിനോദ് സർ. നമസ്കാരം. ഈ വണ്ണം വെക്കുമെന്ന് പേടിച്ച് ഡയറ്റ് ചെയ്യുന്നവരുടെ എണ്ണം കൂടി വരുന്നു. പലരുടെയും ജീവൻ അപകടത്തിലാവുന്നു. കൂത്തുപറമ്പിലെ ശ്രീനന്ദ എന്നൊരു കുട്ടിയൊക്കെ മരിച്ചിരുന്നല്ലോ. ഈ എല്ലാ ഡയറ്റുകളും അപകടകാരികളാണോ? സാറിന് എന്താണ് പറയാനുള്ളത്? ഒരു ഡോക്ടർ എന്ന നിലയിൽ ഇതിന് ഉത്തരം പറയുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ടത് ഈ തലശ്ശേരിയിൽ നടന്ന 18 വയസ്സായുള്ള കുട്ടിയുടെ മരണം ഒരു അസാധാരണ മരണമാണ്. അതിനെ ഡയറ്റ് ചെയ്തിട്ടുള്ള മരണത്തിന്റെ കൂട്ടത്തിൽ പെടുത്തണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി 6 മാസത്തോളം വെറും വെള്ളം മാത്രമാണ് കുടിച്ചത്. അത് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അതിന്റെ ഭാരം 24 കിലോ ആയിരുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞിരുന്നു. മറ്റേ പല പാരാമീറ്റേഴ്സും വല്ലാണ്ട് കുറഞ്ഞിരുന്നു. അതിനെ വെന്റിലേറ്റർ അഡ്മിറ്റ് ചെയ്തു, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു, വെന്റിലേറ്ററിൽ ഇട്ടു. എന്നിട്ടൊന്നും അവസാനം എന്തൊക്കെ ചെയ്തിട്ടും അതിന്റെ ജീവൻ രക്ഷിക്കാനായില്ലെന്നുള്ളതാണ്. അവയവങ്ങൾ തകരാറിലായിപ്പോയി, പല അവയവങ്ങളും തകരാറിലായിപ്പോയി. ഇതിനി അടുത്ത എന്താണ് അസുഖത്തിന്റെ പേര്? ഇതിന്റെ പേര് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ വെറും അനോറക്സിയ അല്ല. അനോറക്സിയ എന്ന് പറയുന്നത് വിശപ്പില്ലായ്മയെ പറ്റി പറയുന്ന മെഡിക്കൽ ടേമാണ്. ഈ രോഗത്തിന്റെ പേര് അനോറക്സിയ നെർവോസ എന്നാണ്. ഒരിക്കലും അനോറക്സിയ എന്ന് മാത്രം പറഞ്ഞു നിർത്തിയാൽ വിശപ്പില്ലായ്മ, പനി, നമ്മുടെ ദേഹത്ത് ചൂട് വരുന്നതിനെ പനി എന്ന് പറയും പോലെ, ചുമ എന്ന് പറയും പോലെ, അനോറക്സിയ എന്ന് പറയുന്ന സാധാരണ ഒരു രോഗലക്ഷണമാണ്, രോഗത്തിന്റെ പേരല്ല. ഇതൊരു രോഗത്തിന്റെ പേരാണ്. അതിന്റെ പേരാണ് അനോറക്സിയ നെർവോസ. ഇതാണ് പലപ്പോഴും മാധ്യമങ്ങളിൽ അനോറക്സിയ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് തെറ്റാണ്. അപ്പോ എന്താണ് ഈ കുട്ടി? ഇത് ശരിക്കും പറഞ്ഞ ഒരു മാനസിക രോഗമാണ്, അല്ലാതെ ഇതൊരു ഒരു ഈവൻ ഫിസിക്കൽ രോഗം പോലും അല്ല. അതായത് എന്താണ് അനോറക്സിയ? ഈ ശരീരഭാരം കൂടുമോ എന്ന് പേടിച്ച് ഭക്ഷണമേ കഴിക്കൂല. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ഇതൊരു സാധാരണ, ഞാൻ പറഞ്ഞ ഒരു സാധാരണ ഡയറ്റിംഗ് അല്ല. ഇത് കൂടുതലും കാണുന്നത് കൗമാരപ്രായക്കാരിലും കൊച്ചുകുട്ടികളിലും, അതായത് ചെറുപ്പക്കാരിലും കൗമാരക്കാരിലും ഇത് വരുന്ന കൂടുതലും മെജോറിറ്റി സ്ത്രീകളാണ്. കഴിഞ്ഞ പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ആകാംക്ഷ ഏറ്റവും അധികമുള്ള സ്ത്രീകൾക്കാണ്. എന്തു പറ്റുന്നു? ഇവർ ഭക്ഷണം കഴിക്കൂല, അപ്പൊ പോഷകാഹാരം കിട്ടാതെ വരും, രോഗപ്രതിരോധ ശേഷി കുറയും, മരണം വരെ സംഭവിക്കും. അതാണ് ഇപ്പൊ കണ്ടത്. സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ പണ്ട് കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ അനോറക്സിയ വന്നിട്ട് മരിച്ചു പോകുന്നു. ഇതിപ്പോ മരിച്ചു പോയ ഒരാളെ കണ്ടു. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളതാണ് സത്യം. ഒന്ന്, ആ കുട്ടിയുടെ പ്രായം, 18 വയസ്സുള്ള കുട്ടിയുടെ പ്രായം 24 കിലോ വരെ കുറയുന്ന, 24 കിലോ എന്നൊക്കെ പറഞ്ഞ ഒന്നുമില്ല, 24 കിലോ വരെ കുറയുന്നത് വരെ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യായിരുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നം. പിന്നെ അവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ എന്നാലും അത് എന്തുകൊണ്ട് അവിടം വരെ എത്തുന്നത് വരെ കാത്തിരുന്നു? അതുകൊണ്ടാണ് അവർ മരിക്കാനിടയായത്. അപ്പൊ ഇതെന്താണ് അതിന്റെ ലക്ഷണങ്ങൾ? എന്താണ്? പെട്ടെന്ന് ഭാരം കുറയുക, കലോറി, എന്ത് കഴിച്ചാലും കലോറി നോക്കി കഴിക്കും. ഇതിനെത്ര കാലറി, ഇതൊക്കെ അതിന്റെ ഒരു ലക്ഷണമാണ്. ഭാരം കുറഞ്ഞു എന്ന് വെച്ചോ, ഭാരം കുറഞ്ഞാലും അവർക്ക് ബോധ്യപ്പെടില്ല, അവർ വീണ്ടും ഭക്ഷണം കുറച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇപ്പൊ എന്തായാലും 24 കിലോ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ വെയിറ്റ് അല്ലല്ലോ. ഒരു 50 കിലോ ഉള്ള, ഒരു സാധാരണ ഒരു 50 കിലോ എങ്കിലും വേണം. 50 കിലോയ്ക്ക് താഴെ പോവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അണ്ടർ വെയിറ്റ് ആണ്. അപ്പൊ 50 കിലോ പോയിട്ട് 24 കിലോ വരെ ആയിട്ടും ഈ കുട്ടി വെള്ളം മാത്രമാണ് കുടിക്കണേ. അങ്ങനെ ഒരു ഡയറ്റിംഗ് ഇല്ല. ഒരു ഡയറ്റിലും വെള്ളം മാത്രം കുടിക്കാന്നൊരു ഡയറ്റിംഗ് ഇല്ല. ഇനി ശരീരത്തെ കുറിച്ച് തെറ്റായ ചിന്തകൾ, എന്റെ ബോഡി ഇമേജ് വ്യത്യാസമാണ്, ഇതിന്റെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, അതിലോട്ട് വരും. അതായത് നമ്മൾ മെലിഞ്ഞിട്ടും നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ തടിച്ചയാണ് അല്ലെങ്കിൽ തടിച്ചുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നും. അതിനുവേണ്ടി അമിതമായി വ്യായാമം ചെയ്യും. ഈ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നത് അമ്മമാരെ വീട്ടിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി അതുകൊണ്ട് ഒളിപ്പിച്ചിട്ട് കളയും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് പോയി ബാത്റൂമിൽ പോയി ഛർദ്ദിപ്പിക്കും. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ ഒരു മാനസിക രോഗം കൂടെയാണ്. മൂഡ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അല്ലാത്ത ആങ്സൈറ്റി, വിഷാദ രോഗം, പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഈ ഭക്ഷണം ഇല്ലാത്തതിന്റെ കടുത്ത ക്ഷീണം, തലകറക്കം, നമുക്ക് ഒട്ടും തണുപ്പ് സഹിക്കാൻ പറ്റൂല. ഇതാണ് ഇതിന്റെ കാരണം. അപ്പൊ നമ്മൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട ഇതൊരു വെറുതെ ഉള്ള ഒരു ഡയറ്റിംഗ് അല്ല, ഇതൊരു മാനസിക രോഗമാണെന്നുള്ളതാണ്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. ഒന്ന്, ആത്മവിശ്വാസം തീരെയില്ല. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, എന്റെ ബോഡി സൈസ് ഉൾപ്പെടെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. മറ്റൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് സമൂഹ മാധ്യമങ്ങളും. ഈ സീറോ സൈസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പരസ്യങ്ങളിൽ കൂടെയും അല്ലാതെയും അതായത് മെലിഞ്ഞിരിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം. ഒരിച്ചിരി മോശമായി കഴിഞ്ഞ, ഇപ്പൊ നമ്മുടെ സിനിമാ നടിമാരെയും ക്രിക്കറ്റുകാരെയൊക്കെ
പിന്നെ നമ്മളിങ്ങനെ ബോഡി ഷേവിങ് നടത്തി എന്നൊക്കെ പറഞ്ഞ് ധാരാളം, അതിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും അപ്പൊ ഇതൊക്കെ ഓരോ സങ്കല്പങ്ങളാണ്. ഇങ്ങനൊരു സങ്കല്പങ്ങളൊക്കെ പുതിയ സങ്കല്പങ്ങളാണ്. ഇങ്ങനെ ഇരിക്കണം, സീറോ സൈസ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും, ഇത് പിള്ളേരുടെ തലയിൽ കയറി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ തലയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കൂട്ടുകാരുടെ ഈ സമ്മർദ്ദം, കൂട്ടുകാർ പറയും നീ എന്താടി ഇങ്ങനെ, നിനക്ക് എന്താ വണ്ണം കൂടുതലാണല്ലോ, ഭക്ഷണ സംസ്കാരം, പുതിയ ഭക്ഷണ സംസ്കാരം, പുതിയ ടൈപ്പ് ഭക്ഷണങ്ങൾ, അപ്പം മാത്രമല്ല കുടുംബവും ചുറ്റുപാടുകളും, അവരുടെ സമ്മർദ്ദം. കുട്ടികൾ പറയും നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ളതാണ്, ഏത് കല്യാണം കഴിക്കാൻ എനിക്ക് ആളിനെ കിട്ടത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിള്ളേരെ ഒരു വല്ലാത്ത സമ്മർദ്ദത്തിലാക്കി കഴിയുമ്പോൾ അവരൊരു സെക്കൻഡിൽ അവരുടെ മാനസിക നില തെറ്റി അവര് ഇതിലോട്ട് മാറും. അപ്പൊ ഇത് വളരെ അപൂർവമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തിനാണ് ഈ പ്രോഗ്രാം ചെയ്യണത്? അനോറക്സിയ നെർവോസ എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ആദ്യത്തെ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഒരു കാരണവശാലും സമൂഹ മാധ്യമങ്ങളിലെ ഡയറ്റിംഗ് പരീക്ഷിക്കരുത്. ഇത് നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാളോട് ചോദിക്കണം. ഈ ഡയറ്റിംഗ് എന്ന് പറയുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ്. പ്രോട്ടീൻ കൂടുതൽ കഴിക്കാം, പക്ഷേ പ്രോട്ടീൻ കൂടുതൽ കഴിക്കണം, കാർബോഹൈഡ്രേറ്റും ഫാറ്റും കുറയ്ക്കണം, അതേസമയം നമ്മുടെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആവശ്യത്തിന് കിട്ടുകയും ചെയ്യണം. ഇങ്ങനെ അല്ലാത്ത ഡയറ്റിംഗ് ശരീരത്തിന് കേടാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെപ്പറ്റി പലപ്പോഴും ഒരു സാധാരണ മനുഷ്യന് ഇത് അറിയുന്ന എങ്ങനെയാണ്? അവര് ഫേസ്ബുക്കിൽ വായിക്കുന്നു, അറിയാവുന്ന വേറെ ആരെങ്കിലും 20 കിലോ കുറച്ചാൽ അവര് പറയുന്നത് പോലെ കേൾക്കുന്നു, അവരുടെ ഡയറ്റ് അതുപോലെ ഫോളോ ചെയ്യുന്നു. ഇതൊക്കെ വലിയ സർ, ഇപ്പോഴത്തെ അബദ്ധമാണ്. കുട്ടികൾ ഈ ഷുഗർ ഡയറ്റ് എന്ന പേരിൽ പഞ്ചസാര തീർത്തും അങ്ങ് ഒഴിവാക്കുന്നുണ്ടല്ലോ. അല്ല, പഞ്ചസാര ആക്ച്വലി ഒഴിവാക്കിയത് കൊണ്ട് ദോഷമില്ല, ഗുണം തന്നെയാണ്. അതിനകത്ത് തെറ്റില്ല. അതുകൊണ്ടൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്യൂവൽ ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് തീരെ കുറയാതെ നോക്കണം എന്നുള്ളത് കറക്റ്റാണ്. പക്ഷെ പഞ്ചസാര മനുഷ്യന് ആവശ്യമുള്ളതല്ല. പഞ്ചസാര ഒഴിവാക്കിയത് കൊണ്ട് മാത്രം ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. പക്ഷേ പ്രോട്ടീൻ, ആവശ്യത്തിനുള്ള ഫാറ്റ്, ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഒഴിവാക്കിയ വലിയ പ്രശ്നങ്ങൾ വരും. അത് പലപ്പോഴും ഫാറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ വേറെ ചില വൈറ്റമിൻസ് അബ്സോർബ് ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് വണ്ണമുള്ള ഒരാള് വണ്ണം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അവൻ ചില സ്ട്രാറ്റജികൾ മാറ്റണം. പ്രോട്ടീൻ കൂട്ടി മറ്റത് കുറയ്ക്കണം. അതെങ്ങനെ ചെയ്യണമെന്ന് ഫേസ്ബുക്ക് വായിച്ചാലോ വാട്സപ്പിൽ കിട്ടുന്ന ഒരു സാധനം വായിച്ചാലോ അറിയണമെന്നില്ല. ഇവിടെ ഒരുപാട് ഡയറ്റിങ്ങിന്റെ ആളുകളുണ്ട്, പല പ്രൊഫഷനിലും ഉള്ളവര്. വലിയ അബദ്ധമാണ്. നിങ്ങൾ ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ പരിചയമുള്ള ഒരു ഡോക്ടറെ ചെന്ന് കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് കുറയ്ക്കുന്നതായിരിക്കും സേഫസ്റ്റ് പരിപാടി. പിന്നെ കുറെ പേര് ചെയ്യുന്നത് ജിമ്മിൽ ചെന്നിട്ട് ആ ജിമ്മിൽ പറയുന്നവൻ ചെയ്യുന്ന പോലെ ഭക്ഷണം കഴിക്കും, പ്രോട്ടീൻ പൗഡർ, ഇതെല്ലാം ചിലപ്പോ ഏൽക്കും, പക്ഷെ ചിലപ്പോ ഏൽക്കണമെന്നില്ല. ചിലപ്പോ മാത്രമല്ല, ഒരു ഡയറ്റിംഗ് ചെയ്ത് ഒരാൾക്ക് ഒരു പ്രശ്നം തുടങ്ങുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഡോക്ടർക്കേ പറ്റൂ. ഇതൊരു സാധാരണക്കാരൻ വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഡയറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അയാൾക്ക് എവിടുന്നെങ്കിലും കിട്ടിയ ഒരു ഡയറ്റ് അത് അയാൾക്ക് എഫക്റ്റീവായി അത് അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു പ്രശ്നം വന്നാൽ അത് ഐഡന്റിഫൈ ചെയ്യാനും കൂടെ പഠിക്കണം. അവിടെയാണ് ഈ ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നവന്റെ ജോലി. ഇതാണ് പ്രശ്നം. അപ്പൊ ഇത് ചികിത്സിക്കണം, കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. അടുത്തത് നമുക്കൊരു അവബോധം, ഇതിനെപ്പറ്റി. ആരോഗ്യമാണ് പ്രധാനം, കാഴ്ചയല്ല പ്രധാനം. അവന് കൈകാര്യം ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടായിരിക്കണം. പൊതുവെ ഇപ്പൊ തന്നെ നമ്മുടെ നരേന്ദ്രമോദി വണ്ണം കുറയ്ക്കാൻ വേണ്ടി മോഹൻലാലിന് ഒരു ചലഞ്ച് പറഞ്ഞു. അങ്ങനെ കുറച്ചു പേരോട്ടൊക്കെ ചലഞ്ച്. നമ്മുടെ നാട്ടില് വണ്ണം കൂടുതലാണെന്നുള്ളത് സത്യമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1947 വരെ നമുക്ക് ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നത് കൊണ്ട് എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ലിമിറ്റഡ് ഭക്ഷണത്തിലാണ് നമ്മൾ സർവൈവ് ചെയ്തിരുന്നത്. നേരെ മറിച്ച് ഇപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ആർക്കും ഇല്ല. ഇഷ്ടം പോലെ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനെങ്കിലും ഇഷ്ടം പോലെ കാശുണ്ട്. അപ്പൊ എന്ത് പറ്റി, ഈ കുറഞ്ഞ, അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ 100 ഗ്രാം ഭക്ഷണത്തിൽ സർവൈവ് ചെയ്തിരുന്ന വർഷങ്ങള്, പിന്നെ ഈ ഫാമിനും അല്ലെങ്കിൽ ക്ഷാമവും ഒക്കെ വെച്ചിട്ട് ഒരു 100, ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, അങ്ങനെ അത് കറക്റ്റ് പറഞ്ഞു, 100 ഗ്രാം ഭക്ഷണത്തിൽ ഒരുത്തൻ സർവൈവ് ചെയ്തിരുന്നു എന്ന് വെച്ചോ, കുറച്ച് കഞ്ഞിയും പയറും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ ജീവിച്ചിരുന്നു. പെട്ടെന്ന് അവന് കാശൊക്കെയായി, അവന് 1500 ഗ്രാം ഉണ്ട് ഡെയിലി കഴിക്കാനുള്ള സാധനം ഉണ്ടെങ്കിൽ ഇത് ബോഡിക്ക് താങ്ങാൻ പറ്റൂല. ബോഡി അങ്ങനെയാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതാണ് പ്രശ്നം. ഇപ്പോ ഞാൻ ജോർജിയയിൽ പോയിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്നതിന്റെ ഒരു 15 ഇരട്ടി ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്, കുഴപ്പമില്ല. പക്ഷെ അവരുടെ ബോഡി നേച്ചർ അങ്ങനെയാണ് വർഷങ്ങളായിട്ട്. അപ്പൊ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഡയറ്റിംഗ് ചെയ്യുക തന്നെ വേണം. തൂക്കം കറക്റ്റ് ആയിട്ട് വെക്കുന്നത് തന്നെയാണ്. ഇപ്പൊ ഞാനൊരു ബേസിക്കലി ഒരു ഡോക്ടർ, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ 100
പിന്നെ 150 സെന്റിമീറ്റർ ഉള്ള ഒരാൾ 150 സെന്റിമീറ്റർ ഉള്ള ഒരാൾ ആണാണെങ്കിൽ അതിനകത്തുനിന്ന് 100 കുറച്ചാൽ അയാളുടെ വെയിറ്റ് എത്തി. 150 സെന്റിമീറ്റർ ആണെങ്കിൽ 100 കുറച്ചാൽ 50 കിലോ. 180 ആണെങ്കിൽ 100 കുറച്ചാൽ 80 കിലോ. ഇങ്ങനെയാണ് അത് കണക്ക് കൂട്ടേണ്ടത്. സ്ത്രീകളാണെങ്കിൽ 105 കുറയ്ക്കണം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഏകദേശ രൂപം. ഞാനിത് നമ്മുടെ അവരവരുടെ ഇപ്പൊ കേൾക്കുന്നവർക്ക് അവരവരുടെ തൂക്കം കറക്റ്റ് ആണോ എന്നൊരു ആകാംക്ഷ കാണുമല്ലോ. ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. ബാക്കിയുള്ള വലിയ ടെക്നിക്കോ വലിയ കൂടിയ പരിപാടികളൊന്നും വേണ്ട. അപ്പൊ ഇതൊക്കെ ഇതിനോട് ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുകയാണ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, ഭക്ഷണം കഴിക്കുന്നത് എൻജോയ് ചെയ്യുക. അല്ലാതെ ഈ കംപ്ലീറ്റ് ഇത് പക്ഷെ ഒരു കാരണവശാലും ഇതുപോലത്തെ മാനസിക വൈകല്യങ്ങളിലേക്ക് പോകരുത്. ഇനി മാതാപിതാക്കളോട് പറയും, നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ അതിനെ ഐഡന്റിഫൈ ചെയ്ത് ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇവളുടെ ഡയറ്റിംഗ് ശരിയാണോ എന്നൊന്ന് ചോദിക്കണതിന്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, യങ്സ്റ്റേഴ്സ് ആണ്, ചെറിയ അധികം പ്രായമില്ലാത്ത സ്ത്രീകളാണ് അല്ലെങ്കിൽ പെൺകുട്ടികളാണ് ഇത് ചെയ്യുക കൂടുതലും. ഇങ്ങനെ അനോറക്സിയ നെർവോസ വരുന്ന മിക്കവാറും സ്ത്രീകൾക്കാണ്. അപ്പം ഡയറ്റിംഗ് ചെയ്യണമെന്നുള്ളത് വളരെ പ്രധാനമാണ്, കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് പ്രധാനമാണ്, അറിവുള്ളവരുടെ അടുത്തുനിന്ന് ചെയ്യണം എന്നുള്ളത് പ്രധാനമാണ്. ഈ ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതിനെ മൊത്തം ഡയറ്റിങ് അപകടമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ അതാണ് ഇതിനകത്ത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ള ഒരു കാര്യം. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.